ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർ 2-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഈ വേദഭാഗത്ത് ദൈവത്തിൻ്റെ വിധിയുടെ തത്വങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിധി വാസ്തവം എന്താണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിധിയാണ്. അത് നീതിയുള്ള വിധിയാണ്. അതിൽ നീതിയുടെ തത്വങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, മനുഷ്യരുടെ പ്രവൃത്തിക്കനുസരണമായിരിക്കും പകരം ലഭിക്കുക. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുമെന്ന്. അവിടെ മുഖപക്ഷം ഇല്ല. യഹൂദനായാലും ജാതീയനായാലും കറുത്തവനായാലും വെളുത്തവനായാലും ധനികനായാലും ദരിദ്രനായാലും യാതൊരു വ്യത്യാസവുമില്ല. ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള യാതൊരു മുൻഗണനയും നമുക്ക് ലഭിക്കുകയില്ല. കാരണം സത്യമറിയുവാനുള്ള അവസരം ലഭിച്ചവരാണ് നമ്മൾ. സത്യമറിയുവാനുള്ള അവസരം ലഭിച്ചിട്ടും സത്യത്തെ മുറുകെ പിടിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, സത്യത്തിന്റെ പിന്നാലെ അല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്നതായ ശിക്ഷയും വളരെ വലുതായിരിക്കും. സഭാപ്രസംഗി 12-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രിയമുള്ളവരെ, ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ സകല രഹസ്യങ്ങളെയും ന്യായം വിധിക്കും. വെളിപ്പെടാതെ ഗൂഢമായും പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നും തന്നെ ഇല്ല. നമ്മുടെ എല്ലാ രഹസ്യങ്ങളെയും പരസ്യമായി വിധിക്കുന്നതായ ആ ദിവസത്തിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സകല രഹസ്യങ്ങളും അങ്ങേക്ക് പരസ്യമായിട്ടിരിക്കുന്നുവല്ലോ. ദൈവമേ, മുഖപക്ഷമില്ലാത്തതായ ന്യായവിധിയുടെ നേരത്ത് നാണിച്ചു പോകുവാനിടയാകാതെ അവിടുത്തെ സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.